കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ പുതിയൊരു ചരിത്രം കുറിച്ച പീരുമേട് മാർ ബസേലിയോസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കോളേജിലെ വിദ്യാർത്ഥികൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബാസിലിയാൻ 01 എന്ന റോക്കറ്റ് ക്യാമ്പ് റൗണ്ടിലെ ലോഞ്ച് പാഡിൽ നിന്നും വിജയകരമായി വിക്ഷേപിച്ചു. കേരളത്തിലെ വിദ്യാർത്ഥികൾ തദ്ദേശീയമായി നിർമ്മിച്ച് വിക്ഷേപിക്കുന്ന ആദ്യ റോക്കറ്റ് എന്ന സവിശേഷതയും ഇതിനുണ്ട്. കോളേജിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ അഭിമാന പദ്ധതി നടപ്പിലാക്കിയത്. രാവിലെ 10:28 കൗണ്ട് ഡൗൺ ആരംഭിക്കുകയും 10:30 ബാസിലിയാൻ 01 ആകാശത്തേക്ക് കുതിച്ച് ഉയരുകയും ചെയ്തു. സമുദ്രനിരപ്പിൽ നിന്നും 1601 മീറ്റർ ഉയരത്തിൽ റോക്കറ്റ് വിജയകരമായി എത്തിച്ചേർന്നു. ലക്ഷ്യമിട്ടിരുന്ന 1800 മീറ്ററിന് തൊട്ടടുത്തുവെത്തുവാൻ റോക്കറ്റിന് സാധിച്ചു. കുറഞ്ഞ ത്രസ്റ്റ് വികാസവും കാറ്റിൻ്റെ വേഗതയും ഉയരത്തെ നേരിയ തോതിൽ ബാധിച്ചെങ്കിലും റോക്കറ്റ് പൂർണ്ണമായും സുരക്ഷിതമായി വീണ്ടെടുക്കുവാൻ കഴിഞ്ഞത് ദൗത്യത്തിൻ്റെ വലിയ വിജയമായി കണക്കാക്കപ്പെടുന്നു. വെറുമൊരു റോക്കറ്റ് വിക്ഷേപണത്തിനുപരി കൃഷിക്ക് ഉപകാരപ്പെടുന്ന ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു ഈ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പീരുമേട് മലനിരകളിലെ അന്തരീക്ഷത്തിലെ എയറോസോൾ ഗുണങ്ങളെ പറ്റിയുള്ള പഠനത്തിനായാണ് റോക്കറ്റ് രൂപകൽപ്പന ചെയ്തത്. താപനില, ഈർപ്പം എന്നിവയിലെ മാറ്റങ്ങൾ പഠിക്കുന്നതിലൂടെ സുഗന്ധവ്യഞ്ജന കൃഷിയിലെ കീടനാശിനി ഉപയോഗം കുറയ്ക്കുവാനും ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും ഈ ഡേറ്റ സഹായിക്കും. സിദ്ധാന്തം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സെൻസറുകൾ ശേഖരിച്ച വിവരങ്ങൾ ഇപ്പോൾ വിദഗ്ധ സംഘം വിശകലനം ചെയ്തു വരികയാണ്. കൂട്ടായ പ്രയത്നത്തിന്റെ ഫലം കോളേജിലെ വിവിധ വിഭാഗങ്ങളായ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ ആൻഡ് സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 100ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. This is a historic event as far as MBCT is concerned, because this is the collaborative work of all the departments like the computer science, the electronics and communication engineering, the electrical engineering, the artificial intelligence, the civil and the mechanical, and the design was completed within 9 months and it has met all the specifications, but unfortunately the wind velocity was higher compared to the past 2 years, that is 2023 as well as 2024. Still there was we were thinking that we should hold the flight, but then we thought that we will go ahead. That is what we have decided. So, and this the launch pad was also built by our own students, and all the designs were also completed by our own students, and the components were also for the state of the art components. It has a processor of 240 megahertz running at a 3.3 volt, and we have managed all the redundancy. So all the redundant, we have onboard computer redundancy, we have gyroscope redundancy, we have accelerometer redundancy, we have altimeter redundancy. All those redundancies were captured, and in fact for the ignition also we have had the triple modular redundancy. If one fails, the other will take care of, and that fails, the third will take care of. So such was the redundant concept we have adopted in this flight. Nevertheless, this is not a setback for us, because we study from failures. Maybe some slight issue might have happened. That is basically we attribute to the wind velocity. Wind velocity we have designed for around 8 meters per second, but now it has gone beyond 10 meters per second. That is we were never expected, and it was in the morning also it was. ഇന്ത്യയുടെ ബഹിരാകാശ പരിഗവേഷണ രംഗത്ത് അക്കാദമിക് സ്ഥാപനങ്ങൾക്കും വലിയ സംഭാവനകൾ നൽകുവാൻ കഴിയുമെന്ന് ബാസിലിയാൻ 01 തെളിയിച്ചു. യുവ ശാസ്ത്രജ്ഞരുടെ ഈ നേട്ടം കേരളത്തിന്റെ സാങ്കേതിക വിപ്ലവത്തിൽ ഒരു നാഴികക്കല്ലായി മാറും. ഫെസ്റ്റൂൺ ന്യൂസ്, പീരുമേട്.